മരുഭൂമിയിലാണ് ഇസ്രായേൽ ജനം, അങ്ങോട്ട് പോവുക. എന്നാൽ അവിടെ അത് അവകാശമാക്കുന്നതിന് മുൻപ് ആ ദേശം എങ്ങനെയുള്ളതാണെന്ന് ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടി ഈ ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ച് 12 പേരെ അയച്ചിരിക്കുക. അവര് 40 ദിവസം ആ ദേശത്തൂടെ സഞ്ചരിച്ച് ഈ മോശ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശോധന ചെയ്തു. അവിടുത്തെ ദേശം എങ്ങനെയുള്ളതാണ്, ജനങ്ങൾ എങ്ങനെയുള്ളതാണ്, പട്ടണങ്ങൾ എങ്ങനെയുള്ളതാണ്, അവരുടെ ഫലവൃക്ഷങ്ങൾ എങ്ങനെയുള്ളതാണ്, ഇതൊക്കെയും അവര് പരിശോധിച്ച് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഇപ്പൊ ലോക സന്ദർശനം നടത്തിയ നമ്മുടേതായ സഹോദരന്മാരെ റിപ്പോർട്ട് പറയാൻ പറഞ്ഞപ്പോൾ അവര് പോയ ആ അനുഭവങ്ങൾ പറഞ്ഞതുപോലെ അവര് മോശയുടെ മുൻപിലും ജനത്തിന്റെ മുൻപിലും നിന്നുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ 12 പേരിൽ 10 പേര് അഥവാ ഭൂരിപക്ഷം പേര് ഒരു വശത്ത് ഒറ്റക്കെട്ടായി നിന്ന് പറയുകയാണ് ആ ദേശത്തിലെ ജനം ബലവാന്മാരാണ്. എന്നിട്ട് നമ്മൾ ഈ അധ്യായത്തിന്റെ അവസാനം വായിക്കുമ്പോൾ നോക്കി അങ്ങ് റിപ്പോർട്ട് കൊണ്ടുവന്നാൽ മതി, പക്ഷെ നിങ്ങൾ വിധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിയുമോ ഇല്ല എന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞില്ല. പക്ഷേ ഈ 10 പേര് വന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ അവിടെയുള്ള ജനാധികാരന്മാര്, അനാക്കിയ മല്ലന്മാരുടെ പുത്രന്മാര്, രാക്ഷസന്മാര്, ഞങ്ങൾ തന്നെ അവരെ വെച്ച് നോക്കിയപ്പോ ഞങ്ങളെ എങ്ങനെ തോന്നി? നമ്മുടെ മുൻപില് വെട്ടുക്കിളിയെ പോലെ തോന്നി. അപ്പൊ അവരെ സംസാരിച്ചു വന്നത് നമുക്ക് ഒരു വിധത്തിലും ഒരു സാധ്യതയുമില്ല, ഒരു തരത്തിലും ആ ദേശം കൈവശമാക്കാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തം പിതാക്കന്മാരിലൂടെ കിടക്കുകയാണ്. അബ്രഹാമേ, നീ ഇരിക്കുന്ന സ്ഥലം കിഴക്കോട്ടും ആമേ തെക്കോട്ടും പടിഞ്ഞാറോട്ടും ആമേ വടക്കോട്ടും തലമൊക്കി നോക്കാം. നീ കാണുന്ന ദേശം നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരുമെന്നുള്ള മാറ്റമില്ലാത്ത വാഗ്ദത്തം ഇസ്രായേലിന് കിടക്കുമ്പോൾ തന്നെ ഇവിടെ 10 പേര് പറയാൻ നമുക്ക് കഴിയത്തില്ല. ദൈവം പറഞ്ഞതൊക്കെ ശരിയാ, വാഗ്ദത്തമൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ, അവിടുത്തെ ജനത്തെ വെച്ച് നോക്കുമ്പോൾ, നമ്മളെയും കൂടെ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു കാലത്തും അത് അവകാശമാക്കാൻ കഴിയത്തില്ല. അപ്പോ 10 പേര് ഈ വർത്തമാനം പറഞ്ഞത്. അവിടെ അവരുടെ വർത്തമാനത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ വാക്യത്തിൽ ദുർവർത്തമാനം. അവിശ്വാസത്തിന്റെ വാക്ക് പറയുന്നത് നല്ല വർത്തമാനമല്ല, എന്താണ്? ദുർവർത്തമാനമാണെന്ന് പുസ്തകം പറയുന്നു. വാഗ്ദത്തങ്ങളെ അവിശ്വസിച്ച് സംശയിച്ച് ആരെങ്കിലും അവിശ്വാസം പറഞ്ഞാൽ, ശത്രുവിനെ വലുതാക്കി പറഞ്ഞാൽ, അവന്റെ ശക്തിയെ വലുതാക്കി പറഞ്ഞാൽ അവൻ ദുർവർത്തമാനം പറയുക. എന്നാൽ അതിന്റെ നടുവിൽ ഇവരുടെ കൂടെ പോയ ഒരാളാണ് കാലേബ്. ആ വേസ്തോത്തിൽ അതിന്റെ 30-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. എന്നാൽ 10 പേര് പറഞ്ഞു, എന്താ വെച്ചാൽ നമുക്ക് കഴിയത്തില്ല അവിടുത്തെ സ്ഥിതി വെച്ച് നോക്കിയപ്പോൾ. പക്ഷേ കാലേബ് പറഞ്ഞു, 10 പേര് ഭൂരിപക്ഷമാണെങ്കിലും കാലേബ് ആ വിഷയത്തെ കണ്ടത് എങ്ങനെയാണ്? അവന്റെ മനോഭാവം ഇങ്ങനെയാണ്: ദൈവം ആ ദേശം കൈവശമാക്കാൻ നമുക്ക് ഇടയാക്കും. ഒരേ ദേശം, അതേ ഒരേ സമയത്ത് പോയ കൂട്ടത്തിലുള്ളതായിട്ടുള്ള ഒരു വ്യക്തി, മറ്റ് 10 പേരെ കണ്ടതുപോലെ ദേശമെല്ലാം കണ്ട വ്യക്തി, അവിടുത്തെ ആൾക്കാരെയും അറിഞ്ഞ വ്യക്തി. പക്ഷെ 10 പേരും അവരുടെ ശക്തി വലുതായി കണ്ട് അവര് മല്ലന്മാരെന്ന് പറഞ്ഞ് ജനത്തിന്റെ മുൻപാകെ കഴിയത്തില്ലെന്ന് ദുർവർത്തമാനം പറഞ്ഞപ്പോൾ ഒരാൾ നിന്ന് പറയുകയാണ്, അങ്ങനെയല്ല, നമുക്കത് കഴിയും. ദൈവം നമുക്കത് സ്ഥാപിച്ചു തരും. 12 പേരും ഇസ്രായേൽ മക്കളാണ്. 12 പേരും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവരാണ്. പക്ഷേ 10 പേരുടെയും വാക്കുകൾ നെഗറ്റീവ്സ് ആയിരിക്കുമ്പോൾ ഒരാളുടെ വാക്ക് പോസിറ്റീവ് എനർജിയായി അവൻ തന്നെ അത് സംസാരിക്കുകയാണ്. ഇന്ന് പലരുടെ മക്കളെ ലോകപ്രകാരം കാര്യങ്ങളെ കാണാനല്ല ദൈവം നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നത്.
രക്ഷിക്കപ്പെടാത്തവര് കാര്യങ്ങളെ വീക്ഷിക്കുന്നത് പോലെ അത് വീക്ഷിക്കാനല്ല ദൈവം നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നത്. ലോകക്കാര്, അവിശ്വാസികള് അതേ സാഹചര്യം വെച്ച് നോക്കി, ശക്തി വെച്ച് നോക്കി തങ്ങളെയും താരതമ്യപ്പെടുത്തി ഈ ദുർവർത്തമാനം പറഞ്ഞ 10 പേരെ പോലെ നടക്കത്തില്ലെന്ന് പറയുമ്പോൾ നീ ഒറ്റയ്ക്കൊരു ദൈവമൈതൽ മാത്രമേ ഉള്ളൂ എങ്കിലോ അതിന്റെ നടുവില് നീ നിന്റെ ശക്തി ആശ്രയിച്ചല്ല, നിന്റെ പണത്തിൽ ആശ്രയിച്ചല്ല, നിന്റെ കൂടെയുള്ളവരെ നോക്കിയല്ല, നീ സേവിക്കുന്നതായ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വിളിച്ചു പറയുക. നടക്കത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചു പറയോ അത് നടക്കുമെന്ന്, അത് നടക്കുമെന്ന് ഞാൻ വിളിച്ചു പറയോ. ഇനി നമ്മള് ചരിത്രം പരിശോധിച്ചാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ 10 പേരുടെ വാക്ക് പോലാണ് സംഭവിച്ചത്. അല്ല, നടക്കും കഴിയുമെന്ന് പറഞ്ഞ യോശുവയുടെയും കാലേബിന്റെയും വാക്കുപോലെ ദൈവം ആ ദേശം ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുത്തു. ഇന്നും ഇസ്രായേൽ ജനം ആ ദേശം അവകാശമാക്കി അതിന്റെ നന്മ അനുഭവിക്കുന്നു. ലോക ഭൂപടത്തില് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഭൂരിപക്ഷമല്ല ദൈവം നോക്കുന്നത്, സംഘടിത ശക്തിയല്ല ദൈവം നോക്കുന്നത്, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമല്ല നോക്കുന്നത്. നീ ന്യൂനപക്ഷമാണെങ്കിലും നീ ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിന്റെ വാക്ക് വിഷയങ്ങളുടെ മുന്നിൽ പതറാതെ പറയുന്ന നിന്റെ വാക്കാണ് ദൈവം സാധിപ്പിച്ചു തരുന്നത്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ദേശം കൈവശമാക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ 10 പേരും അവിടെ കാലുകുത്തിയില്ല. ദൈവം അവർക്കൊരു തുണ്ട് ഭൂമി പോലും കനാൻ നാട്ടിൽ കൊടുത്തില്ല. മരുഭൂമിയിൽ അവരെല്ലാം ചത്തൊടുങ്ങുമാറ്റിയായിരുന്നു. പക്ഷെ ഭൂരിപക്ഷത്തിന്റെ കൂടെ ചേരാതെ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് 12 പേരിൽ 2 പേർ യോശുവയും കാലേബും കഴിയുമെന്ന് ജനത്തോട് പറഞ്ഞ് വാഗ്ദത്തത്തെ ഉറപ്പിച്ച് സംസാരിച്ച ഈ 2 പേർ അവർ കനാൻ നാട്ടിൽ കാലുകുത്തി. മറ്റുള്ള ഗോത്രങ്ങളോടൊപ്പം അവരും ദേശം കൈവശമാക്കി. അവരുടെ തലമുറ ദേശത്തെ അവകാശമാക്കി. അങ്ങനെ പറഞ്ഞതായിട്ടുള്ള കാലേബിന് വ്യക്തിപരമായ ചില അനുഗ്രഹങ്ങൾ കൊടുത്തു. അതിലേക്ക് ഞാൻ കടക്കുന്നു. വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ 85-ാമത്തെ വയസ്സിൽ കാലേബ് പറയുകയാണ്, 40-ാമത്തെ വയസ്സിലാണ് മോശ എന്നെ മറ്റുള്ളവരോടുകൂടെ കനാൻ നാട് ഒറ്റുനോക്കാൻ അയച്ചത്. പക്ഷെ ഇന്ന് 85 വയസ്സായി. എന്നാൽ അന്നത്തെ പോലെ ബലം എനിക്കിന്നും ഉണ്ട്. അപ്പോൾ വ്യക്തിപരമായ അനുഗ്രഹങ്ങളും വ്യക്തിപരമായിട്ടുള്ള നന്മകളും ദൈവത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നവന് ദൈവം കൊടുക്കും. നമ്മുടെ കാര്യങ്ങളെ ഉയർത്തിനെ ശ്രമിച്ചു. നമ്മുടെ മുൻപിൽ ഒരു വിഷയം വരുമ്പോൾ മറ്റുള്ളവർ കാണുന്നത് പോലെ കാണുകയും മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയും ചെയ്യരുത്. ഈ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ ചിന്ത തിരിക്കുമ്പോൾ ഇയ്യോബിന്റെ ഭവനത്തിന്റെ അനുഭവം, ഇയ്യോബിന്റെ മനോഭാവം തന്റെ ഭാര്യയുടെ മനോഭാവം പോലെ അല്ലായിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞതായിട്ടുള്ള വാക്കനുസരിച്ച് ചെയ്യാതെ അവളോട് പറയുകയാണ്, ഉപദേശങ്ങളോട് പറയുകയാണ്, അതേ ദൈവത്തിന് എത്രയോ നന്മകൾ അനുഭവിച്ചു, ഇന്നേയും അനുഭവിക്കരുതോ. ഒരു വിഷയം ഒരു കുടുംബത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടാണ് അവിടെ വിചിന്തനം ചെയ്യപ്പെടുന്നത്, പരിശോധിക്കപ്പെടുന്നത്. ദൈവത്തിന് എല്ലാ അവസ്ഥയ്ക്കും മാറ്റം വരുത്താൻ കഴിയും. എല്ലാം ഉണ്ടായിരുന്നു, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതേ നേരെ ഘടകവിരുദ്ധമായി എല്ലാം നഷ്ടപ്പെട്ടു.
10,000 രൂപ മാസമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയുടേതായ അത് ജീവിതം എങ്ങനെയാണ് നമുക്കറിയാം. അവരുടെ ഭാര്യ മക്കളൊക്കെ എത്ര സമൃദ്ധിയായി ജീവിക്കും എന്നറിയാം. എനിക്കറിയാം, ആ സഹോദരി എനിക്കറിയാം. അവരുടെ നല്ല സമയത്ത്, അതായത് ഈ സഹോദരൻ ഈ നല്ല ശമ്പളം വാങ്ങിക്കുന്ന സമയത്ത് ആ സഹോദരി നല്ല ആരോഗ്യവതിയായി അതേപോലെ നല്ലപോലെ ഒരുങ്ങി ഒക്കെ നടന്ന സഹോദരി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ സഹോദരി തൊഴിലുറപ്പ് പോയിട്ട് തൊഴിലുറപ്പിന് പോയിട്ടാണ് തന്റെ ഭർത്താവ് ഒരു വശം തളർന്ന് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നു. അത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ്, അവന്റെ താഴെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു പെൺകുഞ്ഞ്, അവൻ രാവിലെ തൊഴിലുറപ്പിന് പോയി കടന്നു വന്ന ആ സമയത്ത് ഞങ്ങൾ ഇരിക്കുക. സഹോദരി കണ്ടാൽ പണ്ട് കണ്ടാൽ ഒരു ഗ്ലാമറും അല്ലെങ്കിൽ ആമേ ആരോഗ്യമൊക്കെ പകുതിയായി, സൗന്ദര്യമൊക്കെ ആമേ മങ്ങി, ആമേ അല്ലെങ്കിൽ വെയിലത്ത് പണിത് വല്ലാത്തൊരവസ്ഥ. പക്ഷേ ആ സഹോദരന് സാക്ഷ്യം കൊടുക്കും. ഞാനിങ്ങനെ തളർന്ന് മാസങ്ങളായി വർഷങ്ങളായി ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി കിടക്കുമ്പോൾ എന്റെ ഭാര്യ വളരെ ആത്മാർത്ഥമായി എന്നെ ശുശ്രൂഷിച്ചു, എന്നെ സംരക്ഷിച്ചു. ഇങ്ങനെയുള്ള അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. അവിടെയാണ് ദൈവം അമർത്തിക്കുരുക്കി കവിയുന്ന മടിയിൽ കൊടുത്ത് സ്ഥലം പോരാതെ വരുമ്പോഴും അനുഗ്രഹിക്കുന്നത്. അത് ദൈവമക്കൾ അനുഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു ഭാഗം കൂടെ അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിച്ചു. പൗലോസ് ഫിലിപ്പ എന്ന് പറയുന്ന ദ്വീപിൽ കടവുകാരോടൊപ്പം അവിടെ വന്നിരിക്കുക. ഇവരെല്ലാവരും അതിശൈത്യമാണ്, തണുപ്പാണ്. കടലിൽ 14 ദിവസം കഴിച്ചുകൂട്ടി ശരീരമൊക്കെ ബലഹീനപ്പെട്ട് ആഹാരം ശരിക്കും കഴിക്കാതെ അങ്ങനെ ദ്വീപിൽ വന്നിരിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ ദുർബലന്മാരാണ്, ജാതികളാണ്. അവരിങ്ങനെ തീയൊക്കെ കൂട്ടി വിറകൊക്കെ ഇട്ട് തീയിട്ട് കൂട്ടി ഇവർക്കിങ്ങനെ നല്ല തണുപ്പൊക്കെ മാറി ചൂട് കൊടുത്തുകൊണ്ടിരിക്കുക സമയത്ത് പൗലോസ് വന്ന കൂട്ടത്തിലുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോയി കുറച്ചു വിറകും കൂടെ പെറുക്കി ഈ തീക്കകത്ത് ഇട്ടപ്പോൾ ഒരണലി വന്നു ചെയ്തു, തന്റെ കൈക്ക് പറ്റി. അപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം പറയുക അങ്ങനെ രക്ഷപ്പെടത്തില്ല. കാരണം അവര് വേറൊരു കാഴ്ചപ്പാടില്ല. അണലിയൊക്കെ നമ്മൾ കാണാൻ പാമ്പായിട്ടാണ്, പക്ഷെ അവര് കാണുന്നത് ഞങ്ങളുടെ നീതിദേവിയാണ്. അതാണ് പറയുന്നത്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി ഇവരെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അവരിങ്ങനെ ആ അണലിയെ ഭക്തി ആദരവപൂർവം ഞങ്ങളുടെ ദേവി ശിക്ഷിക്കുകയാണ്. ഇവരെന്തോ ഭയങ്കര കൊലപാതകനോ ഭയങ്കര തെറ്റിയുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ് അത് നോക്കിയിട്ടില്ല. പക്ഷേ ഈ വിരിയത്തിനുകളൊക്കെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെ പൗലോസിന്റേതായിട്ടുള്ള ആ മനോഭാവം വേറെയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനോഭാവത്തെ കുറിച്ച് ഒരു വിഷയം വരുമ്പോൾ ഒരു വിഷയത്തിൽ തന്നെ പല കാഴ്ചപ്പാടും. ദൈവത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം, വീക്ഷണം എങ്ങനെയായിരിക്കണം, കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ വീക്ഷണമായിരിക്കുന്നത് ഒരു ദൈവത്തിന്റെ വീക്ഷണം. പൗലോസ് എന്ത് ചെയ്തു? ആ ജന്തുവിനെ അവനെന്തുവായിട്ട് കാണുന്നതിനെ ഒരു ജന്തുവായിട്ടാണ് കാണുന്നത്. പക്ഷെ മറ്റുള്ളവർ കാണുന്നത് എങ്ങനെയാണ്? അതിനെ നീതിദേവിയായിട്ട് കാണും. ആ ജന്തുവിനെ അവൻ തീയിൽ കുടഞ്ഞിടണം. മറ്റുള്ളവർ അണലിയെ നീതിദേവിയായി ഭക്തി ആദരവപൂർവം അതേ കൈകൂപ്പിരിക്കുമ്പോൾ ദൈവദാസനായ പൗലോസ് അതിനെ ആ ജന്തുവിനെ തീയിൽ ആദ്യ ശക്തിയോടെ കുടഞ്ഞിടുകയാണ്. അപ്പോൾ ആ ജന്തു തീക്കകത്ത് എനിക്ക് ചാമ്പലാണ്. എന്നിട്ടും മറ്റുള്ളവരുടെ വീക്ഷണം മാറിയില്ല. അവർ പറയുകയാണെങ്കിൽ ഇപ്പൊ ചത്തു വീർക്കും. ഇവനിപ്പോ താഴെ വീണ് അണലി കടിച്ചാൽ അതിന്റെ വിഷമുള്ളിൽ കയറുമ്പോൾ ചത്തു വീണ് വീർക്കും, അല്ലെങ്കിൽ പന്ത് പോലെ വീർക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ പറയുന്നു നിന്റെ വീക്ഷണം എങ്ങനെയാണോ അതുപോലായിരിക്കും നിന്റെ റിസൾട്ട്. ഈ ശത്രുവിനെ വലുതായി കണ്ട് ഹല്ലേലൂയ അനാക്യ മല്ലന്മാരെ വലുതായി കണ്ട് നിന്നെ ചെറുതായി കണ്ടുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ ശത്രു നിന്റെ ലോകത്തേക്ക് ചെയ്യാൻ പകൽക്കാലം അനാക്യന്റെ പുത്ര
എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ സ്ഥിതി മാറുമെന്നും ഇന്നത്തെ പരിസ്ഥിതിക്ക് മാറ്റം വരുമെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിൽ അതേ ഒരു മനുഷ്യന്റെ കൈ പോലെയുള്ള ചെറിയ മേഘം ഉയരുമ്പോൾ ഏലിയ കണ്ട മേഘം കണ്ടതായിട്ടുള്ള കാര്യക്കാർ പറഞ്ഞ ഇതെന്തുവാണ് ഒരു കൈയുടെ വലുപ്പമുള്ള മേഘം. പക്ഷെ ഏലിയ പ്രാർത്ഥന പറയുകയാണ്, ആഹാബിനോട് പറയുകയാണ് വലിയ വന്മഴ പെയ്യാൻ പോകും. അതുകൊണ്ട് നീ ജലം മുട്ടി യെരുശലേമിലേക്ക് പോയിക്കൊള്ളാം. പകൽക്കാലം ചെറുത് കാണുമ്പോൾ നീ നിരാശപ്പെട്ടത്. ഈ ചെറുതിനെ വലുതാക്കാൻ ദൈവത്തിന്, ഇനി അല്പത്തെ അധികമാക്കാൻ ദൈവത്തിന് കഴിയും. ഒരു ദിവസം കേട്ടതുപോലെ ബാലകന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും അത് കണ്ടുപിടിച്ച ശിക്ഷ വിചാരിക്കുന്നത് എന്ത് ചെയ്യാനാ? പക്ഷേ ബാലകൻ അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. പക്ഷെ യേശുവിനെ അറിയാൻ എന്തു ചെയ്യണമെന്ന്. പകൽവേളയിൽ ഒരുപക്ഷെ ഈ സമൂഹത്തിൽ കടുകുമണി, ഞാൻ കഴിഞ്ഞ WMCക്ക് പറഞ്ഞ ആ വചനം, കടുകുമണി എന്ന് പറയുന്ന സകലത്തിലും വെച്ച് ചെറുതാണ്. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്ന കർത്താവ് ഉപമയാണ്. അതിനെ മണ്ണിൽ വിതച്ചതിന് ശേഷം അത് വളർന്നു കഴിയുമ്പോൾ സകല വൃക്ഷങ്ങളിലും വെച്ച് ഏറ്റവും വലുതായി തീരുക മാത്രമല്ല, അനേക പർവ്വതജാതികൾ വന്ന് അതിന്റെ ശിഖരങ്ങളിൽ കൂടുകെട്ടും. ഇന്ന് നീ ഒരു കടുകുമണിയായിരിക്കാം, എല്ലാവരുടെയും മുമ്പിൽ നീ ഒരു പുച്ഛമായിരിക്കാം. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചുവടുകൾ എടുത്തു വെക്കുമെങ്കിൽ സകലരിലും വെച്ച് ദൈവത്തിനെ മാനിച്ച് ഇന്ന് നിന്ദിക്കുന്നവർ, ഇന്ന് ദുഷിക്കുന്നവർ, നിന്നെ കൊണ്ട് ഉപയോഗമില്ല എന്ന് പറയുന്നവർ വന്ന് പർവ്വതജാതികളെ പോലെ നിന്റെ തലയിൽ കൂടുവയ്ക്കാൻ ദൈവത്തിലാക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ സഭ ഇന്ന് ചെറുതാണ്, എടുത്തു പറയാൻ ഒന്നും നമുക്കില്ല. അല്ലേ? സാധാരണ വിശ്വാസ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുകയാണ്. ഇന്ന് നമുക്ക് അതൊന്നുമില്ലെങ്കിലും നമ്മുടെ വിശ്വാസ കണ്ണിൽ കാണുന്നത് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവം നമുക്ക് തരും. അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അതുകൊണ്ട് വർത്തമാനകാലത്തെ കണ്ട്, സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ നിരാശപ്പെടാതെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ മടക്കി നമുക്ക് ഒരുമിച്ച് എത്താം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും